പ്രൈസ് ദി ലോർഡ്. സിയോൺ ബൈബിൾ കിസാൻ പ്രോഗ്രാം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് വേണ്ടി ഇന്നത്തെ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ റിജി പോൾ. ആദ്യത്തെ ചോദ്യം: കയ്യും കെട്ടിയിരുന്ന് സ്വന്തം മാംസം തിന്നുന്നത് ആരാണ്? ഉത്തരം: മൂഢൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം: സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായത് ആർക്കാണ്? ഉത്തരം: വിദ്വാൻമാർക്ക്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: മൺകുടം വിലയ്ക്ക് വാങ്ങിയ പ്രവാചകൻ ആരാണ്? ഉത്തരം: ഇരമ്യാവ്. ഇരമ്യാവിൻ്റെ പ്രവചനം 19-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന പുരുഷൻ ഏതു ചെടികളുടെ ഇടയിലാണ് നിന്നിരുന്നത്? ഉത്തരം: കൊഴുന്ത്. സെഖര്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ആരുടെ പാർപ്പിടത്തിലാണ് വിലയേറിയ നിക്ഷേപവും തൈലവും ഉള്ളത്? ഉത്തരം: ജ്ഞാനിയുടെ. സദൃശ്യവാക്യങ്ങൾ 21-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഒരു സംഖ്യയോടുകൂടെ ആരംഭിക്കുന്ന പുസ്തകം ഏതാണ്? ഉത്തരം: യെഹെസ്കേൽ. യെഹെസ്കേലിൻ്റെ പ്രവചനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: യഹോവ കോപത്താൽ മേഘം കൊണ്ട് മറച്ചത് ആരെയാണ്? ഉത്തരം: സിയോൻ പുത്രിയെ. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: മരണഹേതുകരമായ രോഗം പിടിച്ച പ്രവാചകൻ ആരാണ്? ഉത്തരം: എലീശ പ്രവാചകൻ. 2 രാജാക്കന്മാർ 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ക്രോധം ശമിച്ച ശേഷം സ്വന്തം ഭാര്യയെ ഓർത്ത രാജാവ് ആരാണ്? ഉത്തരം: അഹശ്വേരോശ് രാജാവ്. എസ്തറിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഉപവാസത്താൽ അവസാനിക്കുന്ന ബൈബിളിലെ ഒരു പുസ്തകം ഏതാണ്? ഉത്തരം: 1 ശമൂവേൽ 31-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അധരം കൊണ്ട് വേഷം ധരിക്കുന്നത് ആരാണ്? ഉത്തരം: പകയ്ക്കുന്നവൻ. സദൃശ്യവാക്യങ്ങൾ 26-ാം അധ്യായം 24-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: നിർജ്ജന പ്രദേശം ഏത് പുഷ്പം പോലെയാണ് പൂക്കുന്നത്? ഉത്തരം: പനിനീർ പുഷ്പം പോലെ. യെശയ്യാവിൻ്റെ പ്രവചനം 35-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായത് എവിടെയാണ്? ഉത്തരം: രൂബേൻ്റെ നീർച്ചാലുകൾക്കരികെ. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ദൈവം മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം: നിത്യത. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: യേശു ആരെയാണ് പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയത്? ഉത്തരം: വിക്കനായ ഒരു ചെകിടനെ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 33-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക,
മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കാം. ആരുടെ ഗാനത്തിൻ്റെ വരികളാണ് ഇത്? ഉത്തരം മോശയുടെ. ആവർത്തന പുസ്തകം 32 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്തു കൊള്ളുക എന്ന് ആര് ആരോടാണ് പറഞ്ഞത്? ഉത്തരം യിഫ്താഹിന്റെ മകൾ യിഫ്താഹിനോട്. ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായം 36 വാക്യം. അടുത്ത ചോദ്യം, വെളിച്ചത്തെ പകയ്ക്കുന്നത് ആരാണ്? ഉത്തരം തിന്മ പ്രവർത്തിക്കുന്നവർ. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, കിളിവാതിലിൽ കൂടി അരമനയിൽ പ്രവേശിച്ചത് എന്താണ്? ഉത്തരം മരണം. യിരെമ്യാവിന്റെ പ്രവചനം 9 അധ്യായം 21 വാക്യം. അടുത്ത ചോദ്യം, ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലതാനും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ബിലയാമിൻ്റെ. സംഖ്യാപുസ്തകം 24 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, ഭക്തി ആദായ സൂത്രം ആകുന്നത് ആർക്കാണ്? ഉത്തരം അന്യഥ ഉപദേശിക്കുന്നവർക്ക്. 1 തിമോത്തിയോസ് 6 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, എൻ്റെ ആത്മാവുള്ള പുരുഷൻ എന്ന് യഹോവ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം യോശുവയെ. സംഖ്യാപുസ്തകം 27 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, തൻ്റെ മനോരഥങ്ങളിൽ പ്രശംസിക്കുന്നത് ആരാണ്? ഉത്തരം ദുഷ്ടൻ. സങ്കീർത്തനങ്ങൾ 10 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറിയ രാജാവ് ആരാണ്? ഉത്തരം യോശിയാവ്. 2 ദിനവൃത്താന്തം 34 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, ആരുടെ ഹൃദയമാണ് കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നത്? ഉത്തരം ജ്ഞാനിയുടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 8 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ ആരാണ്? ഉത്തരം എതിർ ക്രിസ്തു. 1 യോഹന്നാൻ 2 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം, എന്തിനെയാണ് ദൈവം ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നത്? ഉത്തരം ആഴികളെ. സങ്കീർത്തനം 33 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, ദൈവം ആർക്കാകുന്നു ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നത്? ഉത്തരം ദൈവത്തിന് പ്രസാദമുള്ള മനുഷ്യനെ. സഭാപ്രസംഗിയുടെ പുസ്തകം 2 അധ്യായം 26 വാക്യം. അടുത്ത ചോദ്യം, ആരുടെ പ്രാർത്ഥനയാണ് യഹോവയ്ക്ക് പ്രസാദമാകുന്നത്? ഉത്തരം നേരുള്ളവരുടെ. സദൃശവാക്യങ്ങൾ 15 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് യഹോവയോട് പറഞ്ഞത് ആരാണ്? ഉത്തരം ഗിദയോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6 അധ്യായം 15
വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഹിൽക്കിയ പുരോഹിതൻ. 1 ദിനവൃത്താന്തം 34 അധ്യായം 14, 15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവയുടെ വാതിലിൽ കൂടി കടക്കുന്നത് ആരാണ്? ഉത്തരം നീതിമാന്മാർ. സങ്കീർത്തനങ്ങൾ 118 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, അന്ത്യകാലത്ത് യഹോവയുടെ വചനം പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? ഉത്തരം യെരൂശലേമിൽ നിന്ന്. മീഖ പ്രവചനം 4 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, വെളിച്ചത്തെ പകയ്ക്കുന്നവൻ ആരാണ്? ഉത്തരം തിന്മ പ്രവർത്തിക്കുന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ ആരാണ്? ഉത്തരം പരിഹാസികൾ. 2 പത്രോസ് 3 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, ശില്പികളുടെ താഴ്വര ഏതാണ്? ഉത്തരം ഓനോവ്. നെഹമ്യാവിന്റെ പുസ്തകം 11 അധ്യായം 35 വാക്യം. അടുത്ത ചോദ്യം, എനിക്കറിയാം എനിക്ക് നിന്നെ ഒരു ദൈവദൂതനെ പോലെ ബോധിച്ചിരിക്കുന്നു എന്ന് ആര് ആരോടാണ് പറഞ്ഞത്? ഉത്തരം ആഖീഷ് ദാവീദിനോട്. 1 ശമൂവേൽ 29 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചവൻ ആരാണ്? ഉത്തരം ദൈവവചനം. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, പ്രാർത്ഥിച്ച് ഇടിയും മഴയും അയച്ച പ്രവാചകൻ ആരാണ്? ഉത്തരം ശമൂവേൽ പ്രവാചകൻ. 1 ശമൂവേൽ 12 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, ആരുടെ വാക്കാണ് കാറ്റിന് തുല്യമായത്? ഉത്തരം ആശയറ്റവന്റെ. യോബിന്റെ പുസ്തകം 6 അധ്യായം 26 വാക്യം. അടുത്ത ചോദ്യം, ആരുടെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലുന്നത്? ഉത്തരം ഏശാവിൻ്റെ. ഓബദ്യാവിന്റെ പ്രവചനം 21 വാക്യം. അടുത്ത ചോദ്യം, അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണം ഏതാണ്? ഉത്തരം ഗിലെയാദ്. ഹോശയുടെ പ്രവചനം 6 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, മഹാനും ശ്രേഷ്ഠനുമായവനെന്ന് യസ്ര വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം അസ്നപ്പാറിനെ. യസ്രയുടെ പുസ്തകം 4 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, ദൈവാലയത്തിനു വേണ്ട ഉപകരണങ്ങൾ ഏത് സമഭൂമിയിൽ വെച്ച് വാർപ്പിച്ചത്? ഉത്തരം യോർദാൻ. 2 ദിനവൃത്താന്തം 4 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്നതിന് തലവനായി നിയോഗിച്ചത് ആരെയാണ്? ഉത്തരം മഥന്യാവിനെ. നെഹമ്യാവിന്റെ പുസ്തകം 11 അധ്യായം 17 വാക്യം. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ബൈബിൾ ക്വിസ് ചോദ്യങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്.